പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായ ഈ ധ്യാന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വചനം. അവൻ്റെ അമ്മയായ മറിയം പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പ്രിയമുള്ളവരെ, അമ്മ ഇന്ന് നമ്മോടും പറയുന്നത് ഇതുതന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നതാണ് ദൈവവചനം, അവൻ പറഞ്ഞതാണ് ദൈവവചനം. അതുപോലെ ചെയ്യുക, അതുപോലെ ജീവിക്കുക. ഈ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേറെ വഴികളൊന്നുമില്ല. അവൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് ശ്ലീഹ 4:8 പറയുന്നില്ല, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. നമ്മുടെ ശ്രദ്ധ കർത്താവിലേക്ക് തിരിയട്ടെ. പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലെല്ലാം നമ്മുടെ ശ്രദ്ധയെ ഈശോയിലേക്ക് തിരിക്കുകയാണ്. അവനിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്കും ദർശനങ്ങളിലേക്കും സ്വാധീനങ്ങളിലേക്കും വഴിമാറാതെ അവനിലേക്ക് ശ്രദ്ധിക്കുക. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, 34-ാം സങ്കീർത്തനം 5-ാം വചനം, അവനെ നോക്കിയവർ പ്രകാശിതരായി. എവിടെയെല്ലാം നമ്മൾ അന്ധകാരവും അസ്വസ്ഥതയും അനുഭവിക്കുന്നുണ്ടോ, ആ മേഖലകളിലേക്കൊക്കെ അവൻ്റെ പ്രകാശം പ്രവേശിക്കും. അവനിലേക്ക് നോക്കുമ്പോൾ നമ്മളിലേക്ക് ആ പ്രകാശം കടന്നുവരും. അന്ധകാര മേഖലകളൊക്കെ വിട്ടുപോയിക്കൊള്ളും. കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. അമ്മ പറയുന്ന പോലെ, അവൻ പറയുന്നത് പോലെ നമുക്ക് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം. അവൻ പറഞ്ഞ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം പറയുന്നില്ല, എൻ്റെ ദാസനായ മോശ നൽകിയ പ്രമാണങ്ങൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക, അവയിൽ നിന്ന് നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. ദൈവവചനത്തെ നോക്കി ദൈവവചനത്തിൽ ആഴപ്പെട്ട് ഇടം വലം വ്യതിചലിക്കാതെ ജീവിതത്തെ സൂക്ഷിക്കുക. സുഭാഷിതം 4:13, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം മുറുകെ പിടിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അത് കൈവിടരുത്, അത് നിന്റെ ജീവനാണ്. വചനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ അറിയിപ്പാണ്. നമുക്ക് ഈശോയെ മുറുകെ പിടിക്കാം. ഈശോയിലേക്ക് അമ്മ പറയുന്ന പോലെ നോക്കാം. വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം. അവൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിട്ടുപോകട്ടെ. അവനിലാണ് ആശ്രയം എന്ന ബോധ്യത്തിലേക്ക് വരട്ടെ. മനുഷ്യനിൽ ആശ്രയിക്കാനും ലോകത്തിൻ്റെ കരുത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനും ഒക്കെയുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ അമ്മ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. ജെറമിയ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നത്, ശരീരശക്തിയെ അവലംബമാക്കുക, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുക, ശരീരശക്തിയിൽ അവലംബമാക്കുകയും ചെയ്യും. കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ഭോഷൻ. നമുക്ക് കർത്താവിൽ നിന്ന് തിരിയാതിരിക്കാം, നമ്മളിലേക്ക് തന്നെയും തിരിയാതിരിക്കാം. ചുറ്റുപാടുകളിലേക്കുള്ള ശ്രദ്ധയൊക്കെ വിട്ട് അവനിലേക്ക് നമുക്ക് ശ്രവിക്കാം, അവനെ നമുക്ക് ശ്രവിക്കാം, അവനെ നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 34:5, അവനെ നോക്കിയവർ പ്രകാശിതരായി. അവനിൽ നിന്നുള്ള പ്രകാശം നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് പ്രകാശം. പ്രിയമുള്ളവരെ, അവൻ നമ്മെ പ്രകാശിപ്പിക്കട്ടെ, അവൻ നമ്മെ നയിക്കട്ടെ. അവൻ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് എന്ന് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഈ വലിയ വചനത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാം. അവൻ പറയുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു കൃപ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.